വൈദേകം റിസോർട്ട് ഏറ്റെടുത്ത നിരാമയമായ പരോക്ഷ ബന്ധമുണ്ടെന്നും അത് ബിസിനസ് താൽപര്യമാണെന്നും തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. വൈദേകം റിസോർട്ടുമായി തനിക്കോ ഭാര്യയ്ക്കോ ഒരു ബന്ധവുമില്ല. പി ജയരാജനെ നേരിട്ട് കണ്ടിട്ടില്ലെന്നും CPM BJP ബന്ധമെന്നത് കോൺഗ്രസിന്റെ കെട്ടുകഥ മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേസ് കൊടുക്കാൻ പി ജയരാജനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീണ്ടും രംഗത്തെത്തി. നിരാമയ ഏറ്റെടുത്തത് CPM BJP ബന്ധത്തിന്റെ തെളിവാണെന്ന് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും തുറന്നടിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി കൂടിയായ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടറിന്റെ അശ്വമേധത്തിലൂടെ രംഗത്തെത്തിയത്. വൈദേകം റിസോർട്ട് വാങ്ങി നിരാമയുടെ ഹോസ്പിറ്റൽ ഗ്രൂപ്പുമായിട്ട് താങ്കളുടെ ഭാര്യയ്ക്കോ താങ്കൾക്കോ ഒരു ബിസിനസ് ബന്ധവുമില്ല. ഇല്ല. കാൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ബിസിനസ് ഇൻട്രസ്റ്റ്, ഞാൻ ഇൻവെസ്റ്റർ ആണ്. വൈദേകം ഏറ്റെടുത്തത് CPM BJP ബന്ധത്തിന്റെ തെളിവാണെന്ന കോൺഗ്രസ് ആരോപണത്തെ ഗൂഢാലോചനയാണെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വിശേഷിപ്പിച്ചത്. തനിക്കോ ഭാര്യയ്ക്കോ വൈദേകവുമായി ബന്ധമില്ല. പി ജയരാജനെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. താങ്കളുടെ ഭാര്യയ്ക്ക് അതിൽ ഷെയർ ഉണ്ട് എന്ന തരത്തിൽ ഇന്നലെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതിൽ ആ ഷെയർ വാങ്ങിയിട്ടുണ്ട്. വൈഫൈ ഉണ്ടാവോ ഉണ്ടാവില്ലയോ അത് ഒരു ഇഷ്യൂ. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പബ്ലിക് ഡൊമൈനിൽ അവരിട്ട് കേസ് ഫയൽ ചെയ്യട്ടെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈദേകം റിസോർട്ട് ഏറ്റെടുത്തിരിക്കുന്ന നിരാമയുമായി താങ്കളുടെ ഭാര്യയ്ക്ക് ബന്ധമില്ല, ഒരു ബന്ധവുമില്ല. രാജീവ് ചന്ദ്രശേഖരനും പി ജയരാജനും തമ്മിലുള്ള ബന്ധം ആരോപിച്ചതിൽ പി ജയരാജൻ കോടതിയെ സമീപിച്ചാൽ തെളിവുകൾ ഹാജരാക്കാമെന്ന വെല്ലുവിളിയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയത്. ഞാൻ വെല്ലുവിളിക്കുന്നത് എനിക്കെതിരെ കേസ് കൊടുത്തു, ഞാൻ കോടതിയിൽ കൊണ്ടുവന്ന് മുഴുവൻ രേഖകളും ഞാൻ ഹാജരാക്കാം. വൈദേകം ഏറ്റെടുത്ത നിരാമയയുമായി പരോക്ഷ ബന്ധമുണ്ടെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസിന് പിടിവള്ളിയായി. അതോടൊപ്പം യുടെ വാദങ്ങൾ പൊളിക്കുന്നതുമായി. വരും ദിവസങ്ങളിലും വൈദേകം ചൂടേറിയ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.